നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ താമര വാടുന്നു. കുതിച്ചുകയറി ഇന്ത്യ മുന്നണി. മോദിയും പിന്നിൽ. രാജ്യം കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടരുന്നു. ഇന്ത്യ മുന്നണി മുന്നേറുന്നു. 244 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മുന്നേറുന്നു. BJP 243 സീറ്റുകളിൽ മുന്നേറുന്നു. അതേസമയം വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിലെന്ന് റിപ്പോർട്ടുകൾ. 6000 വോട്ടുകൾക്കാണ് നരേന്ദ്രമോദി പിന്നിൽ. എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്രസക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന ആദ്യഘട്ട ഫലസൂചനകൾ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കരൻ അന്തരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും മനുഷ്യാവകാശ സാമൂഹ്യ പ്രവർത്തകനുമായ BRP ഭാസ്കർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1932 മാർച്ച് 12 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ ജനിച്ച BRP ഭാസ്കർ എന്ന ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ ഇന്ത്യയിലെ പല പ്രമുഖ ദേശീയ പത്രങ്ങളിലും പത്രാധിപരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1951 കേരള സർവകലാശാലയിൽ നിന്ന് BSc-യും 59 യൂണിവേഴ്സിറ്റി ഓഫ് ദി ഫിലിപ്പൈൻസിൽ നിന്ന് MA ബിരുദവും കരസ്ഥമാക്കിയ ഭാസ്കർ ചരിത്രം നഷ്ടപ്പെട്ടവർ, ന്യൂസ് റൂം, മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. രമാബി ഭാസ്കറാണ് ഭാര്യ. ബിന്ദു ഭാസ്കർ ബാലാജി മകളാണ്. വോട്ടെണ്ണലിൽ പങ്കെടുക്കുന്നത് തടയാൻ പ്രതിപക്ഷ പ്രവർത്തകരെ വീട്ടുതടങ്കലിലാക്കിയതായി പരാതി. പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്ന് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ വോട്ടെണ്ണലിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിധം വീട്ടുതടങ്കലിലാക്കിയതായി പരാതി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കസ്റ്റഡിയിലെടുത്തവരെ ഉടൻ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിർസാപൂർ, അലിഗഡ്, കനൌജ് ഒഴികെയുള്ള ജില്ലകളിലെ ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ നിയമവിരുദ്ധമായി വീട്ടുതടങ്കലിലാക്കിയെന്നാണ് അഖിലേഷ് ആരോപിച്ചത്. എല്ലാ പാർട്ടികളും സമാധാനപരമായി പ്രവർത്തിക്കുമ്പോൾ സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും പൊതുജനരോഷത്തിന് ഇടയാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വോട്ടെണ്ണൽ. കൊല്ലം ജില്ലയിൽ ഗതാഗത നിയന്ത്രണം. ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കൊല്ലത്തെ തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂളിൽ നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഭാഗമായി ആൽത്തറമൂട് ലക്ഷ്മീനട റോഡിൽ പൊതുഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വാഹനങ്ങൾ ആൽത്തറമൂട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കർസൺ റോഡിലൂടെ ലക്ഷ്മീനട ഭാഗത്തേക്ക് പോകേണ്ടതാണ്. പുകയില പണ്ടകശാല മുതൽ സൂചിക്കാരൻ മുക്ക് വഴി വാടി വരെയുള്ള റോഡിൽ ഭാഗിക ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ താമര വിരിയുമോ? എല്ലാ കണ്ണുകളും ആലപ്പുഴയിലേക്കാണ്. LDFന്റെ സിറ്റിംഗ് MP AM ആരിഫും UDFന്റെ ദേശീയ മുഖം KC വേണുഗോപാലും BJPയുടെ ശോഭാ സുരേന്ദ്രനും മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഫലം മാറിമറിയുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് മത്സരം. ഒരു ഘട്ടത്തിൽ ശോഭ ലീഡ് നിലനിർത്തിയെങ്കിലും ഇപ്പോൾ KCയുടെ മുന്നേറ്റമാണ് കാണുന്നത്. 11,122 വോട്ടുകൾക്കാണ് KC ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും 2ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ തുടരുന്നുണ്ട്.